Good morning. Sahakari Race Plusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസീസ് ആണ് Chickenpox. Chickenpox എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഡിസീസ് ആണ് എന്ത് Chickenpox അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് Chickenpoxന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Chickenpoxന്റെ വേറൊരു പേരാണ് എന്ത് varicella. Chickenpoxന് പറയുന്ന വേറൊരു പേരാണ് varicella. ഇതിന്റെ സിനോണിം ആയിട്ട് നമുക്ക് പറയാം varicella. ഇനി varicella അല്ലാതെ വേറൊരു ഡിസീസ് ഉണ്ട് variola. ഇത് varicella ആണ് അല്ലേ. varicella എന്താണ് Chickenpox ആണ്. ഇനി വേറെ ഡിസീസ് ആണ് variola. variola എന്ന് പറയുന്നത് എന്താണ് സ്മോൾ പോക്സിനെയാണ് നമ്മൾ variola എന്ന് പറയുന്നത്. മനസ്സിലായോ? varicella Chickenpoxും variola സ്മോൾ പോക്സും ആണ്. variola വൈറസ് എന്താണ് ബാക്ടീരിയ ആണോ വൈറസ് ആണോ? വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് തന്നെയാണ്. ഇനി ഏത് വൈറസ് ആണ്? variola വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമുക്ക് നിലവിൽ സ്മോൾ പോക്സ് ഉണ്ടോ ഇല്ലയോ? ഇത് ഇറാഡിക്കേറ്റ് ചെയ്തൊരു ഡിസീസാണ് അല്ലേ. അപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്ത വർഷം എത്രയാണ്? ഏത് വർഷത്തിലാണ് ഇറാഡിക്കേറ്റ് ചെയ്തത്? 1918 ഈ സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ varicella എന്ന് പറയുന്നത് ചിക്കൻ പോക്സും variola എന്ന് പറയുന്നത് സ്മോൾ പോക്സും ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. variola സ്മോൾ പോക്സ്, varicella ചിക്കൻ പോക്സ്. ഇനി ഇതുപോലെ കൺഫ്യൂഷൻ ആവുന്ന വേറെ രണ്ട് ഡിസീസ് ഉണ്ട്. ഒന്ന് റുബെല്ല. നമ്മൾ റുബെല്ലയും പഠിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ റുബിയോളയും പഠിച്ചിട്ടുണ്ട്. റുബിയോളയും ഉണ്ട്. എന്താണ് റുബെല്ല? എന്താണ് റുബെല്ല? ജർമ്മൻ മീസൽസ് ആണ് റുബെല്ല. ഇനി റുബിയോള എന്ന് പറഞ്ഞാൽ എന്താണ്? മീസൽസ് ആണ്. റുബിയോള മീസൽസും റുബെല്ല ജർമ്മൻ മീസൽസും ആണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കാം. ചിക്കൻ പോക്സിന്റെ വേറൊരു പേരാണ് varicella. വേരിയോള എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ പോക്സ് ആണ്. ഇനി റുബെല്ലയാണ് ജർമ്മൻ മീസൽസ്, റുബിയോളയാണ് മീസൽസ്. ഈ സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്ത വർഷമാണ് 1918. ഏജന്റ് എന്താണ് ചിക്കൻ പോക്സിന്റെ കോസേറ്റീവ് ഏജന്റ്? ഏതാണ്? ഇതൊരു വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണെന്ന് പറഞ്ഞു. varicella zoster എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് എന്ത് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഹ്യൂമൺ ആൽഫ ഓർ ഹെർപ്പസ് വൈറസ് 3. ഏത് വൈറസ് ആണ്? varicella zoster വൈറസ് അല്ലെങ്കിൽ varicella വൈറസ് എന്നും പറയാം. ഇങ്ങനെ varicella zoster അല്ലെങ്കിൽ VZ വൈറസ് ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? varicella വൈറസ് എന്നും പറയും. varicella വൈറസ് എന്നും പറയാം. ഏത് വൈറസ് ആണ്? varicella zoster വൈറസ് അല്ലെങ്കിൽ വേറൊരു പേരെന്താണ്? varicella വൈറസ്. ഇനി variola വൈറസ് ആണ് ഏത് ഡിസീസാ കോസ് ചെയ്യുക? സ്മോൾ പോക്സ് ആണ് variola വൈറസ് കോസ് ചെയ്യുക. varicella വൈറസ് ചിക്കൻ പോക്സും ഇനി variola വൈറസ് ഏതാണ്? സ്മോൾ പോക്സും ആണ് ഉണ്ടാക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടിട്ടുണ്ട്. varicella വൈറസ് ഏതാണ്, ഇനി variola വൈറസ് ഏതാണ് കോസ് ചെയ്യുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോരുത്. varicella ചിക്കൻ പോക്സും variola സ്മോൾ പോക്സും ആണ് കോസ് ചെയ്യുന്നത്. ഇനി ഇത് ഈ ഒരു വൈറസിന് പറയുന്ന മറ്റൊരു പേരാണ് ഹ്യൂമൺ അല്ലെങ്കിൽ ഹെർപ്പസ് വൈറസ്, ഹ്യൂമൺ ആൽഫ ഹെർപ്പസ് വൈറസ് അല്ലെങ്കിൽ ആൽഫ ഹെർപ്പസ് വൈറസ് 3 എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. ഇനി ഈ ഒരു വൈറസിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ ദ വൈറസ് സർവൈവ്സ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫോർ ഓൺലി എ ഫ്യൂ അവേഴ്സ്, occasionally for a day or two, and it is readily inactivated by lipid solvent, detergents and proteases. എന്താ പറയുന്നത്? ഇതിന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഈ വൈറസിന് അധികകാലം എന്താ നിൽക്കാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു വൈറസാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്താ ഓൺലി ഫ്യൂ അവേഴ്സ് ഒക്കേഷണലി ഫോർ എ ഡേ ഓർ ടു എന്നാണ് പറയുന്നത്. 1-2 ദിവസമോ അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് മാത്രമാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഈ ഒരു വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു വൈറസിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനാക്ടിവേറ്റ് ആക്കാനും പറ്റും. എങ്ങനെയാണ് നമുക്ക് ഇനാക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നത്? ഒന്ന് ലിപ്പിഡ് സോൾവെൻറ്റിൽ കൂടിയും ഡിറ്റർജൻസ് ആൻഡ് പ്രോട്ടിയേസസ് ഇതിലൂടെയൊക്കെ നമുക്കിതിനെ ഇനാക്ടിവേറ്റ് ആക്കാനും പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? varicella വൈറസ് എന്ന് പറയുന്നതാണ് ചിക്കൻ പോക്സിൻ്റെ വൈറസ് എന്ന് പഠിച്ചു. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഹ്യൂമൺ ഹെർപ്പസ് വൈറസ് 3 അല്ലെങ്കിൽ ആൽഫ ഹെർപ്പസ് വൈറസ് 3. ഈ ഒരു വൈറസിന് നമ്മളെ ബോഡിയിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. മാത്രമല്ല ഈ വൈറസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാനും പറ്റും. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? ഒന്ന് ഡിറ്റർജൻസ് യൂസ് ചെയ്യാം, ലിപ്പിഡ് സോൾവെൻറ്റിലും അതുപോലെ തന്നെ പ്രോട്ടിയേസസിലൊക്കെ നമുക്ക് ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും.
സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. എന്താണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ? എങ്ങനെയാണ് ചിക്കൻ പോക്സ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫ്ലൂയിഡ്സിൽ കൂടിയാണ് ചിക്കൻ പോക്സ് നമുക്ക് പകരുന്നത്? ദ വൈറസ് ഒക്കേഴ്സ് ഇൻ ദ ഓറോഫാരഞ്ചൽ സെക്രീഷൻസ് ആൻഡ് ലീഷൻസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കോസ. ചിക്കൻ പോക്സ് വന്നാലുള്ള അവസ്ഥ നമുക്കറിയാം. എന്തുണ്ടാവും? നമുക്ക് സ്കിന്നിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും അല്ലേ? ഇതേ ഈ ഒരു പിക്ചർ നോക്കുക. അപ്പോൾ ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് ചിക്കൻ പോക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഇതിൽ ദ വൈറസ് എന്തിലൊക്കെയാണ് പ്രസൻ്റ് ആവുക? വൈറസ് എവിടെയൊക്കെ കാണുക? ഒന്നാമത്തെ പറയുന്നത് ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിലും ഉണ്ടാവും വൈറസ്. മാത്രമല്ല രണ്ടാമത്തേത് ഏതാ പറയുന്നത്? സ്കിൻ ആൻഡ് മ്യൂക്കോസൽ ലീഷൻസിലും ഉണ്ടാവും. ഈ കാണുന്ന ഈ ചെറിയ ചെറിയ കുരുക്കളിലെ ഇതിലും ഉണ്ടാവും വൈറസ്. മാത്രമല്ല നമ്മുടെ ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എവിടെയാണ് പറഞ്ഞത്? ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിലും ഉണ്ട്, സ്കിൻ ആൻഡ് മ്യൂക്കോസയിലും ഈ വൈറസിനെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സെക്രീഷൻസ് എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ് എങ്ങനെയാണ് നമുക്ക് പകരുന്നത്? ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിൽ വൈറസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിൽ കൂടെ നമുക്ക് എന്താ ചിക്കൻ പോക്സ് വരാൻ പറ്റും. എങ്ങനെ ഈ ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസ് നമുക്ക് പുറത്തോട്ടേക്ക് എത്തുന്നത്? നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ തൊണ്ടയിൽ നിന്ന് മൂക്കുന്നൊക്കെ എന്ത് വരാം? അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൈറസ് പുറത്തോട്ടേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആവും. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനായി, അത് മനസ്സിലായി. ഇനി സ്കിൻ ആൻഡ് മ്യൂക്കസയിലുള്ള ലീഷൻസിൽ എന്തുണ്ട്? ഈ ഒരു വൈറസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കിന്ന് വഴിയും മ്യൂക്കോസ വഴിയൊക്കെ നമുക്ക് എന്ത് പറ്റും? ഈ ഒരു ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഏത് തരം ട്രാൻസ്മിഷൻ ആയിരിക്കും? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആയിരിക്കും. ഏത് വഴിയാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആയിരിക്കും. നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ട് അടുത്ത് ഇടപഴകിയാലോ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനോട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ചിക്കൻ പോക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ചിക്കൻ പോക്സ് വരുന്നത്? ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിൽ എന്തുണ്ട്? വൈറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ചിക്കൻ പോക്സ് വരാൻ പറ്റും. ഇനി സ്കിന്നിലും മ്യൂക്കോസയിലും ഈ ഒരു വൈറസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റ് വഴി നമുക്ക് ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി. എപ്പോഴൊക്കെയാണ് ഒരു പേഷ്യൻറ്റിൽ നിന്ന് ചിക്കൻ പോക്സ് വേറൊരു പേഷ്യൻറ്റിലേക്ക് വരുന്നത്? 1 to 2 days ബിഫോർ ദ അപ്പിയറൻസ് ഓഫ് റാഷസ് ആൻഡ് 4 to 5 days thereafter. അതായത് ചിക്കൻ പോക്സിലെ മെയിൻ സിംറ്റംസ് എന്താണ്? ചിക്കൻ പോക്സിലെ മെയിൻ സിംറ്റമാണ് ഇതുപോലത്തെ സ്കിൻ റാഷസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്കിൻ റാഷസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ 1-2 ദിവസം മുന്നേയും അത് കഴിഞ്ഞിട്ടുള്ള 4-5 ദിവസവും, ഈ ദിവസങ്ങളിലാണ് ഈ ഒരു ചിക്കൻ പോക്സ് പകരാനുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത്. അതായത് റാഷസ് തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മുൻപേ മുതൽ റാഷസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം വരെ, ഈ ഒരു ടൈമിലാണ് മാക്സിമം കമ്മ്യൂണിക്കബിലിറ്റി ഉണ്ടാവുന്നത്. 1 to 2 days before the appearance of rashes and 4 to 5 days thereafter. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഒരു ചിക്കൻ പോക്സ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വരുന്നത്? എന്തായിരുന്നു? നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോൾ ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിൽ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതുവഴി പകരുന്ന ഡിസീസ് എങ്ങനെയായിരിക്കും? നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിരിക്കും അത്. ആ കാര്യം മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? പേഴ്സണൽ കോണ്ടാക്ട് ഇൻഫെക്ഷൻ. എങ്ങനെയാണ് പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ ഒരു ചിക്കൻ പോക്സ് വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ സ്കിൻ ലീഷൻസിലും മ്യൂക്കോസ ലീഷൻസിലൊക്കെ എന്തുണ്ട്? ഈ ഒരു വൈറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റ് വഴി നമുക്ക് ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതും ഓക്കെ, പേഴ്സണൽ കോണ്ടാക്ട് ഇൻഫെക്ഷൻ വഴി നമുക്ക് ചിക്കൻ പോക്സ് വരാം. നെക്സ്റ്റ് എന്താ? പ്ലാസെൻ്റൽ ഇൻഫെക്ഷൻ. അതായത് പ്ലാസിൻ്റെ വഴിയും ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ പ്ലാസിൻ്റെ വഴി ഉണ്ടാകുന്നത്? ഒരാൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ചിക്കൻ പോക്സ് വരികയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവും? ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടിക്ക് ചിക്കൻ പോക്സ് ആയിട്ടായിരിക്കില്ല വരിക. കുട്ടിക്ക് എന്താ ഉണ്ടാവും? ചില ഡിഫോമിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഡെഫ്നെസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡെഫ്നെസ്സോ അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് ഒക്കെ ആയിരിക്കും കുട്ടികളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലാസിൻ്റെ വഴിയുള്ള അങ്ങനെ ഇൻഫെക്ഷൻ ആവുന്ന കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം എന്ന് പറയുന്നത്. കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം. പ്രഗ്നൻസി ടൈമിൽ അമ്മയിൽ നിന്നും കുട്ടിക്ക് ഉണ്ടാകുന്ന ചിക്കൻ പോക്സിനാണ് നമ്മൾ എന്ത് പറയുക? കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം. അപ്പോൾ ഏതൊക്കെ വഴിയാണ് ചിക്കൻ പോക്സ് പകരുന്നത്? ഒന്ന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി വരാം, ഇനി പേഴ്സണൽ കോണ്ടാക്റ്റ് വഴി വരാം, മൂന്നാമത്തത് പ്ലാസെൻ്റയിൽ കൂടെ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കുട്ടിക്കും വരാം. അപ്പോൾ ഇത്രയും 3 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം സെക്കൻഡറി അറ്റാക്ക് റേറ്റ്. എന്താണ് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡറി അറ്റാക്ക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അതായത് ഒരു ആളിൽ ചിക്കൻ പോക്സ് എത്ര പ്രാവശ്യം വരും? ഒരു പ്രാവശ്യമാണോ അതോ ഒന്നിലധികം പ്രാവശ്യം വരുമോ? ഇല്ല, ചിക്കൻ പോക്സ് ഒരാളിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുള്ളൂ. ഇനി സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഭയങ്കര റെയർ ആണ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ആർ റെയർ. പക്ഷേ മോസ്റ്റ്ലി പറയുമ്പോൾ ചിക്കൻ പോക്സ് നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. ഇനി അതല്ല, ചില ആൾക്ക് നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിക്കൻ പോക്സ് 2 പ്രാവശ്യം വന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചിക്കൻ പോക്സ് ആയിരിക്കില്ല. ഈ വൈറസ്, അതായത് വാരിസെല്ല വൈറസ് എന്ന് പറയുന്നത്, ഈ വാരിസെല്ല വൈറസ് നമ്മുടെ ബോഡിയിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് ചിക്കൻ പോക്സ് ഉണ്ടാവും അല്ലേ? നമുക്ക് എന്തുണ്ടാവും? ചിക്കൻ പോക്സ് ഉണ്ടായി. ഇത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, ചിക്കൻ പോക്സ് ഒക്കെ മാറി. ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും? ഈ ഒരു ചിക്കൻ പോക്സ് വൈറസ് അല്ലെങ്കിൽ വാരിസെല്ല വൈറസ് നമ്മുടെ ബോഡിയിൽ സ്റ്റിൽ പ്രസൻ്റ് ആയിരിക്കും. അതിങ്ങനെ ഇനാക്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഒരുപാട് കാലം കഴിയുമ്പോൾ, വർഷങ്ങൾ തന്നെ എടുക്കാം, വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് പറ്റിയൊരു സർക്കംഫറൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വൈറസ് ആക്ടിവേറ്റ് ആവും. അങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്തുകൊണ്ടും പിന്നെയും സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അതൊരിക്കലും ചിക്കൻ പോക്സ് ആവില്ല. അപ്പോൾ രണ്ടാമത് വരുന്നത് എന്താണ്? ചിക്കൻ പോക്സ് അല്ല. അവിടെ ഈ വൈറസ് നേരെ പോയിട്ട് ആരെ എഫക്റ്റ് ചെയ്യുക? നമ്മുടെ നെർവ്സിനെ, നമ്മുടെ ഞരമ്പുകളെ എഫക്റ്റ് ചെയ്യുക. ഇവരെന്താ ചെയ്യുക? നമ്മുടെ നെർവ്സിനെ എഫക്റ്റ് ചെയ്യും. ഈ നെർവ്സിൽ എഫക്റ്റ് ചെയ്തിട്ട് ഈ നെർവ്സിൽ അവർ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഇതുപോലത്തെ ചിക്കൻ ബോക്സിൽ നമ്മൾ പുറമേ കാണുന്നത് പോലെയുള്ള ഈ സ്കിൻ റാഷസ് കാണില്ലേ ചിക്കൻ ബോക്സിൽ ആദ്യം വരുമ്പോൾ ഉള്ളത്, അതുപോലെ നെർവ്സിനെ എഫക്റ്റ് ചെയ്തിട്ട് നെർവ്സിലും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയുന്നത്. ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയും. അതായത് ആദ്യമായിട്ട് നമുക്ക് വാരിസെല്ല വൈറസ് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചിക്കൻ പോക്സ് കിട്ടും. ചിക്കൻ പോക്സ് കിട്ടി നമുക്ക് എന്താ, നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ആ ഒരു വൈറസ് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ഇനാക്ടിവേറ്റഡ് ആയി കിടക്കും. ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു സറൗണ്ടിങ്സ് കിട്ടുമ്പോൾ ഈ ഒരു ഈ ഒരു വൈറസ് എന്ത് ചെയ്യും? പിന്നെയും ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് നേരെ പോയിട്ട് ആരെ എഫക്റ്റ് ചെയ്യുക? നമ്മുടെ നെർവ്സിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ നെർവ്സിൽ ഉണ്ടാവുന്ന ചിക്കൻ പോക്സിനെയാണ് നമ്മൾ ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയുന്നത്. ഞരമ്പ് ചൊള്ള എന്നാണ് മലയാളത്തിൽ പറയാം. ഇനി ചില നാട്ടിലൊക്കെ വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. ഞരമ്പ് ചൊള്ള എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ നെർവ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ചിക്കൻ പോക്സ് ആണ് എന്ത്? ഹെർപ്പസ് സൂസ്റ്റർ. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ചിക്കൻ പോക്സ് നമുക്ക് വരുള്ളൂ. രണ്ടാമതും വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചിക്കൻ പോക്സ് ആയിരിക്കില്ല. അതിനെന്താ നമ്മൾ പറയുക? ഹെർപ്പസ് സൂസ്റ്റർ. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തുണ്ടാവും? ഇതുപോലത്തെ സ്കിൻ റാഷസ് വരും അല്ലേ? പക്ഷേ ഹെർപ്പസ് സൂസ്റ്റർ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ സ്കിൻ റാഷസ് എങ്ങനെയായിരിക്കും? ഇതുപോലെ തോന്നിയ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്നും വരില്ല. നമ്മുടെ ഈ ഞരമ്പിൻ്റെ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, ഈ ഞരമ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൽ കൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു സ്കിൻ റാഷസ് കാണാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. മനസ്സിലായോ? നെർവ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ചിക്കൻ പോക്സ് ആണ് ഹെർപ്പസ് സൂസ്റ്റർ. ആദ്യത്തെ പ്രാവശ്യം വരുന്നതാണ് ചിക്കൻ പോക്സ്. രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞരമ്പ് ചൊള്ളയായിരിക്കും. കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ് ഈ ഹെർപ്പസ് സൂസ്റ്റർ. ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുന്നതും സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നതാണോ സീരിയസ്, അല്ലെങ്കിൽ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുന്നതാണോ? അപ്പോൾ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സീരിയസ് അല്ലേ? അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഹെർപ്പസ് സൂസ്റ്റർ ആയിരിക്കും ചിക്കൻ പോക്സിനേക്കാളും വലുത്. പക്ഷേ എന്താ, വൈറസ് സെയിം ആണ്. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞുള്ള ആൾക്കാർക്ക് മാത്രമേ ഹെർപ്പസ് സൂസ്റ്റർ വരികയുള്ളൂ. ഇതാണ് ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഏജ്. ആർക്കൊക്കെയാണ് ഈ ഒരു ചിക്കൻ പോക്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും ഈ ചിക്കൻ പോക്സ് കണ്ടുവരുന്നത്? ചിക്കൻ പോക്സ് ഒക്കർ പ്രൈമർലി എമംഗ് ചിൽഡ്രൻ അണ്ടർ 10 years ഓഫ് ഏജ്. മെയിനായിട്ട് കുട്ടികൾക്കാണ് കാണുന്നത്. എത്ര വയസ്സിനുള്ളിലാണ്? 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ചിക്കൻ പോക്സ് മെയിനായിട്ടും കാണുന്നത്. ദ ഡിസീസ് ക്യാൻ ബി സിവിയർ ഇൻ നോർമൽ അഡൾട്ട്. അതായത് ചിക്കൻ പോക്സ് മെയിനായിട്ട് കാണുക കുട്ടികളിലാണെന്ന് പറഞ്ഞു. ഇനി ഇതല്ല, അഡൾട്ടിലും കാണാം. നമുക്ക് കുട്ടികളിൽ മാത്രം വരുന്ന ഒരു അസുഖമല്ല അല്ലേ ചിക്കൻ പോക്സ്. പക്ഷെ കൂടുതലായിട്ടും കുട്ടികളിലാണ് വരുന്നത്. ഇനിയിപ്പോൾ അഡൾട്ടിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും? കുട്ടികളിൽ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് സിവിയർ ആയിരിക്കും. അപ്പോൾ ചിൽഡ്രൻസിലാണോ അല്ലെങ്കിൽ അഡൾട്ടിലാണോ ഈ സിംറ്റംസിൻ്റെ സിവിയറിറ്റി കൂടുതൽ? അഡൾട്ടിലാണോ സിവിയർ ആവുക, ചിൽഡ്രൻസിലാണോ സിവിയർ ആവുക? അഡൾട്ടിലായിരിക്കും സിവിയർ ആവുക. നെക്സ്റ്റ്, പ്രഗ്നൻസി പീരീഡിൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസൻ്റെ വഴി അമ്മയിൽ നിന്നും കുട്ടിക്ക് ഈ ഒരു ചിക്കൻ പോക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ ചിക്കൻ പോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം. കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം എന്താണ്? അമ്മയിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന
ചിക്കൻ പോക്സിനാണ് നമ്മൾ എന്ത് പറയുക, കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം. It occurs in 0.4 to 2% of children born to mothers who become infected with varicella virus during the first 20 weeks of gestation. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ ടൈമിൽ ഈ ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു വാരിസെല്ല കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം കിട്ടുന്നത്. 20 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ടൈമിൽ ഈ ഒരു ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് കുട്ടിക്ക് കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം ഉണ്ടാവുന്നത്. ഇൻഫൻറ്റ്സ് ഹൂസ് മദേഴ്സ് ഹാഡ് ചിക്കൻ പോക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ഹാവ് എ ഹയർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഹെർപ്പസ് സൂസ്റ്റർ ഇൻ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് ഈ ഒരു വാരിസെല്ല വൈറസ് വന്നിട്ട് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമുക്ക് ചിക്കൻ പോക്സ് ആണ് വരുന്നത്. നമ്മുടെ ബോഡിയിൽ വാരിസെല്ല വൈറസ് വന്ന് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പോക്സ് കിട്ടി. ഈ ചിക്കൻ പോക്സ് കിട്ടിക്കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ വാരിസെല്ല ചിക്കൻ പോക്സ് വന്ന ആൾക്കാർക്ക് തന്നെയാണ് പിന്നെ ലേറ്റർ ആയിട്ട് വരുമ്പോൾ രണ്ടാമത് വരെ എന്തായിരിക്കും, ഞരമ്പുകൾ നെർവ്സിനെ എഫക്റ്റ് ചെയ്തിട്ട് ഹെർപ്പസ് സൂസ്റ്റർ ആണ് ഉണ്ടാകുന്നത് അല്ലേ. നെർവ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഹെർപ്പസ് സൂസ്റ്റർ വന്നു. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, ഇൻഫൻറ്റ്സ് ഹൂസ് മദേഴ്സ് ഹാഡ് ചിക്കൻ പോക്സ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഹാവ് എ ഹയർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഹെർപ്പസ് സൂസ്റ്റർ ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതായത് ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഈ അമ്മയ്ക്ക് എന്തുണ്ടായി, ചിക്കൻ പോക്സ് ഉണ്ടായി. കുട്ടിക്കല്ല ചിക്കൻ പോക്സ് ഉണ്ടായത്, അമ്മയ്ക്കാണ് ചിക്കൻ പോക്സ് ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് നേരെ എന്ത് വരും, ഹെർപ്പസ് സൂസ്റ്റർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചിക്കൻ പോക്സ് അല്ല വരുന്നത്, ഹെർപ്പസ് സൂസ്റ്റർ ആയിരിക്കും. ഹെർപ്പസ് സൂസ്റ്റർ സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് വന്ന ഒരാൾക്കാണ് വരുന്നത് അല്ലേ. പക്ഷെ കുട്ടിക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ഈ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു വയസ്സിനുള്ളിൽ ഹെർപ്പസ് സൂസ്റ്റർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തായാലും വന്നിരിക്കും എന്നല്ല പറയുന്നത്, ദർ ഇസ് എ ചാൻസ്, അത്രയേ ഉള്ളൂ കേട്ടോ. Infants whose mothers had chickenpox during pregnancy have a higher risk of developing herpes zoster in the first year of life. Environmental factors. Peak incidence during winter and spring. ഏതൊക്കെ കാലത്തിലാണ് ഈ ഒരു ചിക്കൻ പോക്സ് കൂടുതലായിട്ടും കാണുക? ദ പീക്ക് ഇൻസിഡൻസ് ഡ്യൂറിങ് വിൻ്റർ ആൻഡ് സ്പ്രിംഗ്. വിൻ്റർ സീസണിലും സ്പ്രിംഗ് സീസണിലുമാണ് ചിക്കൻ പോക്സ് കൂടുതലായിട്ടും കാണാം. ഇനി ഇൻക്യുബേഷൻ പീരീഡ് usually 40 to 16 days, although extremes as wide as 10 to 21 days have been reported. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരാളെ വന്നിട്ട് ഈ ഒരു വൈറസ് ആക്ട് ചെയ്തു, വൈറസ് നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇവർ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഈ സിംറ്റംസ് അതായത് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞിട്ട് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ടൈം ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേഷൻ പീരീഡ് ചിക്കൻ പോക്സിൽ എത്രയാണ്, യൂഷ്വലി 14 to 16 days, although extremes as wide as 10 to 21 days has been reported. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി നമുക്കിതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? പ്രീ ഇറക്റ്റീവ് സ്റ്റേജ്. എത്ര സ്റ്റേജ് ഉണ്ട് ഇതിനൊരു പ്രീ ഇറക്റ്റീവ് സ്റ്റേജും ഉണ്ട്, അതുപോലെ ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്. മനസ്സിലായോ? ചിക്കൻ പോക്സിന് പ്രധാനമായിട്ടും 2 സ്റ്റേജുകളാണുള്ളത്. ക്ലിനിക്കൽ ഫീച്ചർ പറയുമ്പോൾ നമുക്ക് 2 സ്റ്റേജ് പഠിക്കണം. എന്താണ് ആദ്യത്തേത്? പ്രീ ഇറക്റ്റീവ് സ്റ്റേജും ഉണ്ട്. രണ്ടാമത്തേതാണ് ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇറപ്ഷൻസ് വരുന്നതിൻ്റെ മുൻപ്, പ്രീ എന്ന് പറയുമ്പോൾ എന്താ, മുൻപാണ് അല്ലേ. ഇറപ്ഷൻസ് വരുന്നതിൻ്റെ മുന്നേ ഉള്ള സ്റ്റേജുകളാണ് എന്ത്, പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ്. ഇനി ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്താലുള്ള സ്റ്റേജാണ് എന്ത്, ഇറപ്റ്റീവ് സ്റ്റേജ്. ഇറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ റാഷസ്, ഈ ചിക്കൻ പോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ലീഷൻസിനാണ് നമ്മൾ ഇറപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറപ്റ്റീവ് സ്റ്റേജ് ആവും. ഇനി ഇറപ്ഷൻസിന് മുന്നേ വരുന്ന സിംറ്റംസ് ഒക്കെ എന്താണ്, പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇനി പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക? ഓൺസെറ്റ് ഈസ് സഡൻ വിത്ത് മൈൽഡ് ഓർ മോഡറേറ്റ് ഫീവർ, പെയിൻ ഇൻ ദ ബാക്ക്, ഷിവറിംഗ് ആൻഡ് മലേസ്. This stage is very brief, lasting about 24 hours. In adult, the prodromal illness is usually more severe and may last for 2 to 3 days before the rashes come out. ഇവരുടെ ഓൺസെറ്റ് എങ്ങനെയായിരിക്കും? സഡൻ ഓൺസെറ്റ് ആയിരിക്കും. എങ്ങനെ? മോഡറേറ്റ് ഫീവർ, പെയിൻ ഇൻ ദ ബാക്ക്, ഷിവറിംഗ് ആൻഡ് മലേഴ്സ്. പെട്ടെന്നുണ്ടാവുന്ന പനി. നമുക്ക് സാധാരണഗതിയിൽ ഒരു പനി വരുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, നമുക്ക് ചെറിയ തലവേദന വരാം, ചെറിയൊരു ക്ഷീണം വരാം, ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഒരു പനിയിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷേ ചിക്കൻ പോക്സിൻ്റെ പനി എങ്ങനെയായിരിക്കും? പെട്ടെന്നുണ്ടാവുന്ന പനി,
പനി മാത്രമല്ല ഭയങ്കര ചിൽനെസ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവാം, ബാക്ക് പെയിൻ ഉണ്ടാവാം, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആയിരിക്കും ഈ ഇറപ്റ്റീവ് സ്റ്റേജിൽ ഉണ്ടാവുക. ഇത് മാത്രമല്ല ഈ ഒരു സ്റ്റേജ് എത്ര മണിക്കൂർ വരെ നിൽക്കും? ഒരു 24 മണിക്കൂർ വരെയെങ്കിലും ഈ ഒരു സ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 ദിവസം. 24 മണിക്കൂറാണ് പറയുന്നത്. ഒരു ചെറിയ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ, 24 മണിക്കൂർ മാത്രമേ ഉണ്ടാവുന്നല്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. In adult, the prodromal illness is usually more severe and may last for 2 to 3 days before the rashes come out. അതായത് അഡൾട്ടിൽ കാണുമ്പോൾ കുട്ടികളിൽ എന്തായിരിക്കും ഈ ഒരു പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് കുറവാണ്. പക്ഷേ അഡൾട്ടിൽ നമ്മൾ കുറച്ച് വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ഈ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്തായിരിക്കും? കുറച്ചും കൂടെ സിവിയർ ആയിരിക്കും. ഈ പനിയുടെ കാഠിന്യം എന്തായിരിക്കും? കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അവരുടെ ബോഡി പെയിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും. ക്ഷീണം, കുഴക്കം ഇതൊക്കെ കൂടുതലായിരിക്കാം. മാത്രമല്ല ഇതിലുണ്ടാകുന്ന ഡ്യൂറേഷൻ, പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ചെറുതാണെന്നും പറഞ്ഞു, 24 മണിക്കൂറാണെന്നും പറഞ്ഞു അല്ലേ. പക്ഷേ വലിയ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാം. 2-3 ഡേയ്സ് വരെ ഇത് നിലനിൽക്കാം. നെക്സ്റ്റ് സ്റ്റേജ്, ഈ ഒരു പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്ക് പോകും? ഇറപ്റ്റീവ് സ്റ്റേജിലോട്ടേക്ക് പോകും. ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മുടെ സ്കിൻ ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സ്കിൻ ലീഷൻസ് അല്ലെങ്കിൽ സ്കിൻ റാഷസ് കാണാൻ തുടങ്ങും. ഇൻ ചിൽഡ്രൻ ദ റാഷ് ഈസ് ഓഫൺ ദ ഫസ്റ്റ് സൈൻ. അതായത് കുട്ടികളിൽ ഈ ഒരു സ്കിൻ ലീഷൻസ് ആയിരിക്കും ആദ്യത്തെ സൈൻ. നമുക്ക് പനി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പനിക്കുകയും ചെയ്യും. ഈ കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള ഇതുപോലത്തെ കുമിളകൾ കാണും. അങ്ങനെയാണ് നമ്മൾ ഇത് ചിക്കൻ പോക്സ് ആണോ, ഇത് ചിക്കൻ പോക്സ് ആണെന്ന് നമുക്ക് കാണുന്നത് അല്ലേ. കുട്ടികളിൽ എവിടെയെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ നെഞ്ഞത്തിലൊക്കെ എന്തുണ്ടാവും? ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കുമിളകൾ കാണുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറപ്റ്റീവ് സ്റ്റേജിൻ്റെ ഫസ്റ്റ് എന്താണ്? കുട്ടികളിൽ എങ്ങനെ കാണുന്നത്? ഇൻ ചിൽഡ്രൻ ദ റാഷസ് ഈസ് ഓഫൺ ദ ഫസ്റ്റ് സൈൻ. ഇറ്റ് കംസ് ഓൺ ദ ഡേ ദ ഫീവർ സ്റ്റാർട്ട്. പനി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ ഒരു സ്കിൻ റാഷസ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു സ്കിൻ റാഷസ് ആണ് ചിക്കൻ പോക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കാണുന്ന ഈ സ്കിൻ റാഷസിന് അല്ലെങ്കിൽ ചിക്കൻ പോക്സിൻ്റെ ഈ കുമിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ഇമ്പോർട്ടൻസ് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് വേണം? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണത്? മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾസ് ആൻഡ് സ്കാബ്സ്. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് മാക്യൂൾ, എന്താണ് പാപ്യൂൾ, എന്താണ് വെസൈക്കിൾ, എന്താണ് സ്കാബ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ, സ്കാബ്സ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം മാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ ഡിസ്കളറേഷൻ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കളറേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക? മാക്യൂൾ എന്ന് പറയുന്നത്. ഇനി പാപ്യൂൾ എന്ന് വെച്ചാൽ ഈ മാക്യൂളിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഈ പാപ്യൂൾ വരിക. അതായത് ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചെറിയ രീതിക്കുള്ള ഒരു ഡിസ്കളർ ആയിട്ടുള്ള ഒരു ഏരിയ വന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, അതായത് ചെറുതായിട്ടൊന്ന് വീർക്കാൻ തുടങ്ങും. അപ്പോൾ സ്വെല്ലിംഗ് ഓഫ് ദ അല്ലെങ്കിൽ ഈ മാക്യൂളിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? പാപ്യൂൾ എന്ന് പറയും. ഇനി വെസൈക്കിൾ ആണ് അല്ലേ. വെസൈക്കിൾ എന്താണ്? ഈ പാപ്യൂളിൻ്റെയും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് എന്ത്? വെസൈക്കിൾ എന്ന് പറയുന്നത്. വെസൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വാട്ടർ ബലൂൺ ഓർമ്മിക്കാം. അതായത് വെസൈക്കിൾ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ് വെസൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വാട്ടർ ബലൂൺ എടുക്കുക. വാട്ടർ ബലൂൺ ഈ ഒരു നമ്മൾ കാണുന്ന വാട്ടർ ബലൂൺ ഇല്ലേ, ആ ഒരു സെയിം വാട്ടർ ബലൂണാണ് എന്ത്? വെസൈക്കിൾ എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിച്ചത്? വാട്ടർ ബലൂണിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ, അതുപോലെയുള്ള അതിനൊരു കവറിങ്ങും ഉണ്ട്. അതേപോലെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണെന്ത്? വെസൈക്കിൾ. നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു കുരു എങ്ങനെയായിരിക്കും? ഇതുപോലുള്ള ചെറിയ ഒരു മഴത്തുള്ളി പോലത്തെ ചെറിയ മഴത്തുള്ളി പോലത്തെ ഈ ഒരു കുരുക്കളായിരിക്കും ചിക്കൻ പോക്സിൽ കാണാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ വെസൈക്കിളും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണെന്ത്? സ്കാബ് എന്ന് പറയുന്നത്. സ്കാബ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊട്ടി ഉണങ്ങാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു മുറിവിൽ എന്തുണ്ടാവും? ചെറിയ ക്രസ്റ്റ് ഉണ്ടാവും. ബ്ലാക്ക് കളറിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ചെറിയ ക്രസ്റ്റ് ഉണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് വീണ്ടും അത് പൊട്ടിച്ച് പിന്നെയും ബ്ലഡ് വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഡ്രൈ ആയിട്ടുള്ള ക്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാബ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലീഷൻസ്, നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ ലീഷൻസ്. ചിക്കൻ പോക്സിൽ മാത്രമല്ല, ഇത് പൊതുവേ സ്കിന്നിൽ ഉണ്ടാകുന്ന ലീഷൻസ് ആണ് മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ, സ്കാബ്സ്. ചിക്കൻ പോക്സിൻ്റെ മാത്രം സവിശേഷതയല്ല ഇത്.
ഇതൊക്കെ എന്താ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ചിക്കൻ ബോക്സിൽ ഉണ്ടാവുന്ന ഈ ഒരു സ്കിൻ റാഷസിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ഇത് ചിക്കൻ ബോക്സിൻ്റെ മാത്രം സവിശേഷതയല്ല. സ്കിന്നിൽ ഉണ്ടാവുന്ന സ്കിൻ ലീഷൻസിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്യൂൾ പറയാം, പാപ്യൂൾസ് ഉണ്ട്, വെസൈക്കിൾസ് ഉണ്ട്, സ്കാബ്സ് ഉണ്ട്. ഈ മാക്യൂൾ എന്താണ്, നമുക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയ ഡിസ്കളറേഷനെയാണ് നമ്മൾ മാക്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്താ വരിക, പാപ്യൂൾ. പാപ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാക്യൂൾ ഒന്നും കൂടെ റേസ് ആവാൻ തുടങ്ങും. അതായത് സ്വെല്ലിംഗ് ഓഫ് ദ മാക്യൂൾ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പാപ്യൂൾ എന്ന് പറയുന്നത്. ഇനി വെസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ് വെസൈക്കിൾസ്. ഇനി അതും പൊട്ടി ഇനി ഉണങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ക്രസ്റ്റ് ഫോർമേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാബ്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിൽ ഓർത്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ പോക്സിൻ്റെ റാഷസിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ചിക്കൻ പോക്സിൻ്റെ ഈ ഒരു റാഷസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഇത് റാഷസ് ഈസ് സിമെട്രിക്കൽ ആയിരിക്കും, സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമുക്കിപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ നമുക്ക് കാണാം. അല്ലാതെ നമ്മുടെ ബോഡിയുടെ ഒരു സൈഡിൽ മാത്രം കൂടുതൽ, ഒരു സൈഡിൽ മാത്രം കുറവ്, അങ്ങനെയല്ല. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, രണ്ട് സൈഡിലും ഒരേപോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഈ ഒരു ചിക്കൻ പോക്സിൻ്റെ റാഷസിന്. ഇത് മാത്രമല്ല, it first appears on the trunk where it is abundant and then come on the face, arms and lungs where it is less abundant. ഇത് ആദ്യം എവിടെ വരിക, ഇത് ആദ്യം നമ്മുടെ ട്രങ്ക്സിലാണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഫേസിലോട്ടേക്ക് പോകുള്ളൂ. ആദ്യം നമ്മുടെ ട്രങ്ക്സിൽ വരും, പിന്നെയാണ് ഇത് ഫേസിലോട്ടേക്ക് പോകുന്നുള്ളൂ. മാത്രമല്ല ആംസ് പിന്നെ എവിടത്തേക്ക് പോകും, ഫേസ്, ആംസ് ആൻഡ് ലങ്സ് വേർ ഇറ്റ് ഈസ് ലെസ് അബണ്ടൻറ്റ്. ഏറ്റവും കൂടുതൽ ചിക്കൻ ബോക്സിൻ്റെ ഈ ഒരു റാഷസ് കാണുക എവിടെയാ, ട്രങ്ക്സ്. ട്രങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നെഞ്ച് അല്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ ട്രങ്ക്സ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ആയിരിക്കും ഈ ഒരു ലീഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇനി ഏറ്റവും കുറവ് എവിടെയായിരിക്കും, കയ്യിലും കാലിലൊക്കെ ആയിരിക്കും ഏറ്റവും കുറവ് ലീഷൻസും കാണുന്നുണ്ടാവുക. ഇനി മ്യൂക്കോസ സർഫസ്, എക്സാമ്പിൾ ബക്കൽ ആൻഡ് ഫാരിഞ്ചൽ ആർ ജനറലി ഇൻവോൾവ്. അതായത് മ്യൂക്കോസൽ സർഫസും സ്കിന്നിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു റാഷസ് ആയിരിക്കില്ല ഇത്. ചിക്കൻ ബോക്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ മ്യൂക്കോസൽ സർഫസിലും എന്തുണ്ടാവും, ഈ കുരുക്കൾ കാണാൻ പറ്റും. മ്യൂക്കോസൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വായിൻ്റെ ഉള്ളിൽ വരാം, വായിൻ്റെ ഉള്ളിൽ വരാം, അതൊക്കെയാണ് എന്ത് പറയുന്നത്, മ്യൂക്കോസൽ സർഫസ് എന്ന് പറയുന്നത്. ബക്കൽ, വായിനുള്ളിലുള്ള മ്യൂക്കോസിനെ നമ്മൾ എന്താ പറയുക, ബക്കൽ മ്യൂക്കോസ. അതാണ് ബക്കൽ അല്ലെങ്കിൽ ഫാരിഞ്ചൽ മ്യൂക്കോസ. ഫാരിഞ്ചൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊണ്ടേൻ്റെ ഉള്ളിൽ വരെ ചിക്കൻ ബോക്സ് വരാം. ചിലവർക്കൊക്കെ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് വായിലും തൊണ്ടയിലൊക്കെ ഇവർ ഇങ്ങനെ കുരുക്കൾ വരാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷനാണ്, അത് തന്നെയാണ് പറയുന്നത് ബക്കൽ മ്യൂക്കോസ ഇൻവോൾവ്ഡ് ആയിരിക്കും. പക്ഷേ ചില കേസിലൊന്നും ഈ സ്കിന്നിൽ മാത്രമേ കുരുക്കൾ ഉണ്ടാവുള്ളൂ. അത് ചിക്കൻ ബോക്സിൻ്റെ കേസ് അല്ല കേട്ടോ പറയുന്നത്. വേറെ ഡിസീസിൽ, ചില ഡിസീസുകളിൽ ഈ മ്യൂക്കോസ ഒന്നും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഇതിൽ എടുത്തു പറയുന്നത്. ചിക്കൻ ബോക്സിൽ മ്യൂക്കോസയും കൂടെ എഫക്റ്റ് ആയിരിക്കും, സ്കിന്ന് മാത്രമല്ല മ്യൂക്കോസൽ ലീഷൻസ് കാണാൻ പറ്റും. അതിനർത്ഥം എന്താ, നമ്മുടെ ബക്കൽ മ്യൂക്കോസ അല്ലെങ്കിൽ വായിലും തൊണ്ടയിലൊക്കെ ഇതുപോലുള്ള കുരുക്കൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ആക്സില്ല മേ ബി എഫക്റ്റഡ് ബട്ട് പാംസ് ആൻഡ് സോൾസ് ആർ യൂഷ്വലി നോട്ട് എഫക്റ്റഡ്. എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞു സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ലീഷൻസ് എവിടെയൊക്കെ ഉണ്ടാവുക, ഒന്ന് സ്കിന്നിലുണ്ട്, മാത്രമല്ല മ്യൂക്കോസയിലും ഉണ്ട്. സ്കിന്നിൽ തന്നെ ഏറ്റവും ആദ്യം വരുന്നത് എവിടെയാണ്, നമ്മുടെ ട്രങ്ക്സിലായിരിക്കും, നമ്മുടെ നെഞ്ചുഭാഗത്തായിരിക്കും ഈ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെയാണ് അത് ഫേസിലോട്ടേക്കും കയ്യിലും കാലിലൊക്കെ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഈ റാഷസ് എവിടെയാണ് കാണുക, നമ്മുടെ ട്രങ്ക്സിലാണ് കാണുന്നത്. കയ്യിലും കാലിലൊക്കെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് എന്താ, ആക്സില്ല മേ ബി എഫക്റ്റഡ്. ആക്സില്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പാംസ് ആൻഡ് സോൾസ് ആർ നോട്ട് എഫക്റ്റഡ്. നമ്മുടെ കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ അകം എന്താ പറയുക, സോൾസ്, പാംസ് ആൻഡ് സോൾസ്, അത് രണ്ടും എന്തായിരിക്കും, ദേ ആർ നോട്ട് യൂഷ്വലി എഫക്റ്റഡ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും എഫക്റ്റ് ആയിരിക്കില്ല, പക്ഷേ മ്യൂക്കോസ എഫക്റ്റഡ് ആണ്. ഇതിൽ എഫക്റ്റഡ് അല്ലാത്തത് ഏതാണ്, പാംസ് ആൻഡ് സോൾസ് എഫക്റ്റഡ് അല്ല. പാംസ് ആൻഡ് സോൾസ് യൂഷ്വലി നോട്ട് എഫക്റ്റഡ് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, സ്കിന്നിനെയും മ്യൂക്കോസിനെയും എഫക്റ്റ് ചെയ്യും, പക്ഷേങ്കിൽ പാംസ് ആൻഡ് സോൾസ് നോട്ട് എഫക്റ്റഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രത്യേകതയാണ് ഇതിൻ്റെ റാപ്പിഡ് എവല്യൂഷൻ. ദ റാഷസ് അഡ്വാൻസസ് ക്വിക്ലി ത്രൂ ദ സ്റ്റേജസ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ ആൻഡ് സ്കാബ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്താണ് മാക്യൂൾ എന്നുള്ളതും പാപ്യൂൾ എന്താണ്, വെസൈക്കിൾ എന്താണ്, സ്കാബ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഈ റാഷസ്, ഈ ചിക്കൻ ബോക്സിൽ ഉണ്ടാകുന്ന ഈ കുരുക്കൾ പെട്ടെന്ന് തന്നെ ഈ എല്ലാ സ്റ്റേജിൽ കൂടെയും കടന്നു പോകും. ആദ്യം ഒരു മാക്യൂൾ എത്തിക്കഴിഞ്ഞ് പിന്നെ 1-2 ദിവസം എടുത്തിട്ടല്ല പാപ്യൂൾ ആവുന്നത്. ഇതിൻ്റെ ഈ ഒരു എവല്യൂഷൻ എന്തായിരിക്കും, ഇത് ഭയങ്കര റാപ്പിഡ് ആയിരിക്കും. ദ റാഷസ് അഡ്വാൻസസ് ക്വിക്ലി ത്രൂ ദ സ്റ്റേജസ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ ആൻഡ്
സ്കാബ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ എവല്യൂഷൻ എന്തായിരിക്കും? മാക്യുള് പാപ്പിൾ ആവുന്നതും പാപ്പിള് വെസൈക്കിൾ ആവുന്നതും വെസൈക്കിൾ സ്കാബ് ആവുന്നതും എന്തായിരിക്കും? പെട്ടെന്നായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. In fact, the first to attract attention are often the vesicle filled with a clear fluid and looking like a dewdrops. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞത്? ഡ്യൂ ഡ്രോപ്സ് പോലെയുള്ള കുരുക്കളായിരിക്കും ഇതിൽ. ഇതിൻ്റെ പ്രധാന സവിശേഷതയാണ് ഈ വെസൈക്കിൾ എങ്ങനെയായിരിക്കും? ഡ്യൂ ഡ്രോപ്സ് പോലെ, മഞ്ഞുതുള്ളി പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ വെള്ളത്തുള്ളി പോലെയുള്ള കുരുക്കളായിരിക്കും ഇതിൽ കാണാം. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂ ഡ്രോപ്സ് ഏതിൻ്റെ സവിശേഷതയാണ്? ചിക്കൻ പോക്സ് ആണോ സ്മോൾ പോക്സ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ പോക്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഡ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്നത്. They are superficial inside with easily ruptured walls and surrounded by an area of inflammation. ഇതെന്തായിരിക്കും? സൂപ്പർഫിഷ്യൽ ആയിരിക്കും. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള കുരുക്കളായിരിക്കില്ല. നമ്മുടെ സ്കിന്നിന് പുറമേയുള്ള സൂപ്പർഫിഷ്യൽ കുരുക്കളായിരിക്കും ഇത്. മാത്രമല്ല സൂപ്പർഫിഷ്യൽ റാഷസ് ആയിരിക്കും ഇത്. മാത്രമല്ല ഇതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ചെറിയ രീതിയിലുള്ള ചുവപ്പ് ഇൻഫ്ലമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, പ്ലിയോമോർഫിസം. പ്ലിയോമോർഫിസം എന്ന് പറയുന്നത് ചിക്കൻ ബോക്സിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റുമാണ്. ഈ ചിക്കൻ ബോക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്? ഈ പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. പ്ലിയോമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് പറഞ്ഞത്? ആദ്യം ഒരു മാക്യൂൾ ഉണ്ടായിരുന്നു, പിന്നെ അത് പാപ്യൂളായി, പിന്നെ എന്തുണ്ട്? വെസൈക്കിൾസ് ഉണ്ട്, സ്കാബ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഓരോരോ ലീഷൻസ് ആണ്. ഈ മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ, സ്കാബ്സ് എന്നൊക്കെ പറയുന്നത് ഓരോരോ സ്കിൻ ഇറപ്ഷൻസ് അല്ലെങ്കിൽ സ്കിൻ ലീഷൻസിൻ്റെ ടൈപ്പുകളാണ്. പ്ലിയോമോർഫിസം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചില ഡിസീസുകൾ എന്താ? ചിലത് മാക്യൂൾ മാത്രമായിരിക്കും, അവിടെ ചിലപ്പോൾ സ്കാബ്സും അതൊക്കെ പിന്നെ ആയിരിക്കും കാണുന്നത്. ആദ്യം ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം മാക്യൂൾ പോയിട്ട് പാപ്യൂൾ ആവും, പിന്നെ അത് വെസൈക്കിൾസ് ആവും, പിന്നെ അതെന്താവും? സ്കാബ് ആവും. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കാണുക. പക്ഷേ ഈ ചിക്കൻ പോക്സിൻ്റെ കേസിൽ എന്തായിരിക്കും? നമുക്ക് ചെറിയൊരു ഏരിയ എടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രങ്ക്സിൽ ഒരു ഏരിയ എടുത്തു. ചിക്കൻ പോക്സ് വന്ന ഒരാൾ ചിക്കൻ പോക്സ് വന്ന ഒരാളുടെ ഒരു ചെറിയ ഒരു സ്കിന്നിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ? ഈ പറയുന്ന ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ മാക്യൂൾ ഉണ്ടാവാം, ചില സ്ഥലത്ത് സ്കാബ്സ് ഉണ്ടാവാം, ചില സമയത്ത് പാപ്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്കിൻ ലീഷൻസും ഇതെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഡിസീസിലൊന്നും ഇതെല്ലാം ഒരുമിച്ച് അറ്റ് എ ടൈം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അറ്റ് എ ടൈം ഇതൊക്കെ കാണുന്നതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. പ്ലിയോമോർഫിസം. ഓക്കെ, അപ്പോൾ പ്ലിയോമോർഫിസം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ റാഷസ് ഇൻ ചിക്കൻ പോക്സ്. It is pleomorphism, that is all stages of the rashes, papule, vesicles and crust may be seen simultaneously at one time in the same area. ഒരേ സമയത്ത് ഒരേ ഏരിയയിൽ ഈ പറയുന്ന വെസൈക്കിൾസും ഈ മാക്യൂൾസും പാപ്യൂൾസും ഒക്കെ ഒരേ ഏരിയയിൽ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. പ്ലിയോമോർഫിസം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എന്താണ്? ചിക്കൻ പോക്സ് ആണ്. നെക്സ്റ്റ് ആണ് ഫീവർ. ഫീവറിനും ഈ ചിക്കൻ പോക്സിൽ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? ദ ഫീവർ ഡസ് നോട്ട് റൺ ഹൈ ബട്ട് ഷോസ് എക്സാസിബേഷൻ വിത്ത് ഈച്ച് ഫ്രഷ് ക്രോപ്പ് ഓഫ് ഇറപ്ഷൻസ്. അതായത് നമുക്ക് ചിക്കൻ പോക്സിൽ നമുക്കുണ്ട്? പനിയുണ്ട്. പനി ആദ്യം ഒരു പനി തുടങ്ങി അല്ലേ? അത് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ കൂടി, മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അതിനും കൂടി, നാലാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെയും കൂടി. അങ്ങനെയുള്ള ഒരു പനി ആയിരിക്കില്ല ചിക്കൻ പോക്സിൽ. എപ്പോഴൊക്കെയാണോ പുതിയ ഈ ഒരു ഇറപ്ഷൻസ് വരുന്നത് അതിനോട് കൂടെ തന്നെ ഈ പനിയും കൂടും. ഇപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഇറപ്ഷൻ വന്നു എന്നിരിക്കും, അപ്പം നമുക്ക് പനിക്കും. പിന്നെയും വേറൊരു പുതിയൊരു കുരു വരികയാണെങ്കിൽ അപ്പോൾ വീണ്ടും നമുക്ക് പനിക്കും. അങ്ങനെയാണ് ഈ ഒരു ഫീവറിൽ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഒരു ചിക്കൻ പോക്സിൽ പനി ഉണ്ടാവുക. ദ ഫീവർ ഡസ് നോട്ട് റൺ ഹൈ ബട്ട് ഇറ്റ് ഷോസ് എക്സാസിർബേഷൻ. ഇതിൻ്റെ കൂടുന്നത് എങ്ങനെയായിരിക്കും? വിത്ത് ഈച്ച് ഫ്രഷ് ക്രോപ്പ് ഓഫ് ഇറപ്ഷൻ. ഓരോരോ ഇറപ്ഷൻസ് വരുമ്പോൾ നമുക്ക് പനിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഓരോരോ നമ്മൾ ഈ ഒരു ചിക്കൻ ബോക്സിൽ കുമിള വരുമ്പോഴും നമുക്ക് പനി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻ പറയുമ്പോൾ ചിക്കൻ ബോക്സിൽ പ്രത്യേകിച്ചിട്ട് വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നും സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. കുട്ടികളിലോ അല്ലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെഡിസിൻ എടുത്തിട്ട് നമുക്ക് അത് മാറും. പിന്നെ മിക്കവരും കോംപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവില്ല. പക്ഷെ എന്നാൽ ചിലർക്ക് എന്തുണ്ടാവും? കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണെന്ന് നോക്കാം. ഇൻ മോസ്റ്റ് കേസസ് ചിക്കൻ പോക്സ് ഈസ് എ മൈൽഡ് സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ്.
ചിക്കൻ പോക്സ് മിക്ക കേസിലും ചിക്കൻ പോക്സ് മൈൽഡ് ആയിരിക്കും, അത് സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. However, varicella may be accompanied by severe complication, particularly in immunosuppressed patient, and may also occur in normal children, adult. പക്ഷേ ചില ഇമ്മ്യൂണോ സപ്രസൻറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പേഷ്യൻസിൽ ചിലപ്പോൾ എന്താ അവർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് അങ്ങനെ വരുന്ന കോംപ്ലിക്കേഷൻസ്? ഹെമറേജസ്, വാരിസെല ഹെമറേജിക്, ന്യൂമോണിയ, എൻസെഫലൈറ്റിസ്, അക്യൂട്ട് സെറിബെല്ലാർ അറ്റാക്സിയ, റേസ് സിൻഡ്രോം എക്സെട്ര. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസിൽ ഉൾപ്പെടുന്നത്. മെറ്റേണൽ വാരിസെല, ഓക്കെ, ഹെമറേജസ് ഉണ്ടാവും. അങ്ങനെ ഹെമറേജസ്, ചിക്കൻ ബോക്സ് വന്നിട്ട് ഹെമറേജ് ഉണ്ടാവുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് പറയുക, വാരിസെല ഹെമറേജിക് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാത്ത കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? ഹെർപ്പസ് സൂസ്റ്റർ നമ്മൾ പറഞ്ഞില്ലേ, ഹെർപ്പസ് സൂസ്റ്റർ. എന്താ ഹെർപ്പസ് സൂസ്റ്റർ? ഞരമ്പുകളിൽ അല്ലെങ്കിൽ നെർവ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ചിക്കൻ ബോക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയുന്നത്. അതും നമുക്കിതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാം. Maternal varicella during pregnancy may cause fetal wastage and birth defect such as cutaneous scars, atrophied limbs, microcephaly and low birth weight, cataract, microphthalmia, choriorenditis, deafness. ഇതിൽ നമ്മൾ പറഞ്ഞു ചിക്കൻ ബോക്സ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് വരും, ചിക്കൻ ബോക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ കണ്ടീഷൻ എന്തായിരുന്നു? കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവാം? നമ്മുടെ യൂട്രസിലിരിക്കുന്ന, നമ്മുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിക്ക് ചില ഡീഫോമിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, ചില ബർത്ത് ഡിഫക്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ആ ബർത്ത് ഡിഫക്റ്റ്? ചിലപ്പോൾ ക്യൂട്ടാനിയസ് സ്കാർസ്, നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ചില മറുകുകൾ, അത് വരാം. ഇനി അട്രോഫിഡ് ലിംസ്, മൈക്രോസെഫാലി ആൻഡ് ലോ ബർത്ത് വെയ്റ്റ്, കാറ്ററാക്ട് എന്താ, കണ്ണ് കാണാൻ പറ്റാതിരിക്കുക, മൈക്രോഫ്താൽമിയ, കോറിയോറെൻഡൈറ്റിസ് ആൻഡ് ഡെഫ്നെസ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഗർഭപാത്രത്തിൽ എന്താ ഈ കുട്ടി വരുമ്പോൾ കുട്ടിക്കും ചിക്കൻ ബോക്സ് വന്നു, അപ്പോൾ ചിലപ്പോൾ കണ്ണിലാണ് ഈ ഒരു കുരു വരുന്നതെങ്കിൽ അവിടെ കുട്ടിക്ക് കാറ്ററാക്ട് വരാനുള്ള, കണ്ണ് കാണാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ചേച്ചിക്ക് എന്തുണ്ട്, ചിക്കൻ ബോക്സ് വന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഇതുപോലെ ചിക്കൻ ബോക്സ് വന്നു. കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ചെറുതായിട്ടുള്ള ഒരു കണ്ണിൽ കാണാത്ത ഒരു അവസ്ഥയുണ്ട്. പക്ഷേ മുഴുവനായിട്ടും അങ്ങനെ ഒരു ബ്ലൈൻഡ്നെസ് എന്നുള്ള ലെവലിലേക്ക് പോയിട്ടില്ലെങ്കിലും കണ്ണിന് ഇപ്പോഴും ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ് ആക്ച്വലി കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോമിന് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ലൊക്കാലിറ്റിയിലോ നിങ്ങളൊരു പ്രദേശത്തോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരിലൊക്കെ ചിലർക്കെങ്കിലും ഇതുപോലെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ പ്രഗ്നൻറ്റ് ടൈമിൽ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ എന്താ, പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ കുട്ടിക്കായിരിക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ബർത്ത് ഡിഫക്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. Control. The usual control measures are notifications, isolation of cases for about 6 days after onset of rashes, and disinfection of articles soiled by nose and throat discharges. ഇനി നമുക്കിത് എങ്ങനെ ചിക്കൻ ബോക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരു ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി ചിക്കൻ ബോക്സ് ആണോ എന്ന് ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേഷ്യൻറ്റിനെ പോയി കാണാൻ പറ്റുമോ? ഒരിക്കലും കാണരുത്. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ചിക്കൻ ബോക്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ തന്നെ ഒന്ന് പേടിക്കും. ചിക്കൻ ബോക്സ് പകരുന്നൊരു അസുഖം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെയാണ് പകരുന്നത്? ഒന്ന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടും കോണ്ടാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത്? നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യണം? നമുക്ക് യൂഷ്വലി കൺട്രോൾ മെഷേഴ്സ് ആ നോട്ടിഫിക്കേഷൻ എന്താ, നമ്മളെല്ലാവരും അറിയിക്കുന്നുണ്ട് അല്ലേ, ചിക്കൻ ബോക്സ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നോട്ടിഫിക്കേഷൻ, ഒരു കൺട്രോൾ മെഷറായിട്ട് നമുക്ക് പറയാം. ഐസൊലേഷൻ ഓഫ് കേസസ് അബൌട്ട് 6 days ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് റാഷസ്. നമ്മൾ ചിക്കൻ ബോക്സ് വന്ന ആൾക്കാരെ പുറത്തോട്ടേക്ക് പോകാൻ സമ്മതിക്കുമോ? ഇല്ല. അവരെ വീട്ടിൽ തന്നെയല്ലേ, കുറച്ച് ദിവസത്തേക്ക് അവരെന്തായിരിക്കും, വീടിനകത്ത് തന്നെയായിരിക്കും. അതുതന്നെയാണ് ഈ ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ മാറ്റി നിർത്തണം. എത്ര ദിവസത്തേക്ക്? 6 days ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് റാഷസ്. പിന്നെന്താണ് പറയുന്നത്? ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് സോൾഡ് ബൈ നോസ് ആൻഡ് ത്രോട്ട് ഡിസ്ചാർജസ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ്? അവരുടെ നോസിലും ത്രോട്ടിലും വരുന്ന ഡിസ്ചാർജിലൊക്കെ എന്തുണ്ടാവും? ഈ ഒരു ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. അതുവഴി ഇത് പകരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് MCQ ആണ്. ഇത്രയേ ഉള്ളൂ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. നമുക്കിനി MCQ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് MCQ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച ഡിസീസ് ഏതായിരുന്നു? ചിക്കൻ ബോക്സ് അല്ലേ. ചിക്കൻ ബോക്സിൻ്റെ വേറൊരു പേരെന്താ? വാരിസെല്ല. ചിക്കൻ ബോക്സിന് പറയുന്ന മറ്റൊരു പേരാണ് വാരിസെല്ല. ഇനി ഇതുണ്ടാക്കുന്ന ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ഈ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. ഏത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്? വാരിസെല്ല വൈറസ്.
വാരിസെല്ല വൈറസ് അല്ലെങ്കിൽ VZ വൈറസ് എന്നും പറയാം. VZ വൈറസ് എന്നും പറയാം. ഇനി ഈ വാരിസെല്ല വൈറസ് നമ്മളെ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലും മ്യൂക്കോസയിലും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എവിടെയുള്ളത്? നമ്മുടെ മ്യൂക്കോസേനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മ്യൂക്കോസേനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നെർവ്സിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നത്? ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയുന്നത്. ഹെർപ്പസ് സൂസ്റ്റർ. ഓക്കെ, നമ്മുടെ ഈ വാരിസെല്ല വൈറസ് നമുക്ക് സ്കിന്നിനെയും മ്യൂക്കോസേനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെർവ്സിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് എന്ത്? ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് വന്നു, നമ്മുടെ ഒരാളെ ശരീരത്തിലേക്ക് കയറി, അത് കഴിഞ്ഞ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഇവർ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് തന്നെ എങ്ങനെയാണ്? എത്രയാണ് ഇവരുടെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്? 14 to 16 ഡേയ്സ് അല്ലേ? 14 to 16 ഡേയ്സ് കഴിഞ്ഞ ആ ഒരു 14 to 16 ഡേയ്സ് ആയ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു? അവർ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തു. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? പ്രധാനമായിട്ടും 2 സ്റ്റേജാണ് പറയുന്നത്. ഒന്ന് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ്. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട് നമുക്ക്, രണ്ടാമത്തായിട്ട് ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്. ഒന്ന് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്, രണ്ടാമത്തത് ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇറപ്ഷൻസ് വരുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റേജാണ് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ്. ഇനി ഇറപ്റ്റീവ് സ്റ്റേജ് എന്താണ്? ഇറപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്താലുള്ള സിംറ്റംസ് ആയിരിക്കും ഇറപ്റ്റീവ് സ്റ്റേജ്. ഈ ഇറപ്റ്റീവ് സ്റ്റേജിലെ സ്കിൻ റാഷസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ഇതിലുണ്ടാവുന്ന സ്കിൻ റാഷസ്? ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്ലിയോമോർഫിസം. പ്ലിയോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരേ സമയത്ത് ഒരു സ്കിന്നിലെ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്കിൻ ഇറപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും അല്ലേ? വെസൈക്കിൾസും പാപ്യൂൾസും സ്കാബ്സും ക്രസ്റ്റും എല്ലാം ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്ലിയോമോർഫിസം എന്ന് പറയുക. ഇനി ഇതിലുണ്ടാകുന്ന ഇതിലെ വെസൈക്കിളിനൊരു ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണ്? ഡ്യൂ ഡ്രോപ്പ് പോലെയുള്ള വെസൈക്കിൾസ് ആയിരിക്കും. മഞ്ഞുതുള്ളി പോലെയുള്ള വെസൈക്കിൾസ് ആണ് എന്ത് ഈ ഒരു ചിക്കൻ ബോക്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, എന്തൊക്കെയാ? ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് വാരിസെല്ല വൈറസ് ആണ്. ഇനി ഇതൊരു വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഈ വൈറസ് എവിടെയൊക്കെയാണ്? നമുക്ക് സ്കിന്നിലും മ്യൂക്കോസിലാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുക. ഇനി നെർവ്സിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിരിക്കും. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 14 to 16 ഡേയ്സ് ആണ്. ഇതിൽ എന്തുണ്ട്? ഇനി 2 സ്റ്റേജുകളുണ്ട് നമുക്ക്. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജും ഇറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്കിൻ റാഷസ് അല്ലെങ്കിൽ ഇറപ്ഷൻസ് ഉണ്ടാവില്ല. അതിന് മുന്നേയുള്ള സ്റ്റേജസ് ആയിരിക്കും. ഈ തലവേദന, പനി പോലെയുള്ളൊക്കെ ചെറിയ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൽ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഇനി ഇറപ്റ്റീവ് സ്റ്റേജ് ആകുമ്പോൾ അവിടെ എന്തുണ്ടായി? ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, സ്കിൻ ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ നമ്മുടെ ഈ സ്കിൻ ലീഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? പ്ലിയോമോർഫിസം ഉണ്ട്, ഡ്യൂ ഡ്രോപ്സും ഉണ്ട്. ഇനി ഈ വൈറസ് പ്രഗ്നൻസി ടൈമിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രഗ്നൻ്റ് ആയ ഒരു വുമൺ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് എന്താ ഉണ്ടാവുക? കുട്ടിക്ക് എന്താ ഉണ്ടാവുക? കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡിസീസ് ആയിരിക്കും. ഇവർക്കിവിടെ ബർത്ത് ഡിഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്തായിരിക്കും ഉണ്ടാവുക? ബർത്ത് ഡിഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് MCQ ചെയ്യാം. കോസേറ്റീവ് ഏജന്റ് ഓഫ് ചിക്കൻ പോക്സ് ഈസ്. കോസേറ്റീവ് ഏജന്റ് ഓഫ് ചിക്കൻ പോക്സ് എന്താണ്? പാരാമിക്സോ വൈറസ്, വേരിയോള വൈറസ്, വാരിസെല്ല സൂസ്റ്റർ, ബോത്ത് BNC. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. കോസേറ്റീവ് ഏജന്റ് ചിക്കൻ പോക്സിൻ്റെ വൈറസ് ആണെന്ന് നമുക്കറിയാം. പാരാമിക്സോ വൈറസ് ആണോ വേരിയോള വൈറസ് ആണ്? ഇത് പാരാമിക്സോ വൈറസ് അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് മാറിപ്പോരുത്. വാരിയോള വൈറസ് സ്മോൾ പോക്സും ഇനി വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ പോക്സ്. ഇവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് ബോത്ത് B&C കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക? വാരിസെല്ല വൈറസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ചിക്കൻ പോക്സ് ഈസ് എ വൈറൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, അല്ലെങ്കിൽ പ്രോട്ടോസോവൽ ഡിസീസ്. ഏതാണ്? വാരിസെല്ല വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ പോക്സ് ഈസ് 2 to 3 days, 5 to 6 days, 2 to 3 weeks, 14 to 16 days. ഏതാണ്? 14 to 16 days ആണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പറയുന്നത്. ചിക്കൻ പോക്സ് ഈസ് ഓൾസോ കോൾഡ് വാരിയോള, വാരിസെല്ല, വേരിയൻറ്റ്, നൺ ഓഫ് ദ എബോ. ഏതാണ്? വാരിയോള ഏതാണ്? വാരിയോള ഏതായിരിക്കും? സ്മോൾ പോക്സ് ആണ്. വാരിസെല്ലയാണ് ചിക്കൻ പോക്സ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ചിക്കൻ പോക്സ് ഏതാണെന്നാണ്. ചിക്കൻ പോക്സ് ആണ് വാരിസെല്ല. Consider the following points. The disease can be severe in normal adult. Chickenpox occur primarily among children under 10 years of age.
ഏതാണ്? ചിക്കൻ പോക്സ് ഒക്കർ പ്രൈമർലി എമംഗ് ചിൽഡ്രൻ അണ്ടർ 10 years of age. അതെന്താണ്? അത് കറക്റ്റ് ആണ്. ദ ഡിസീസ് ക്യാൻ ബി സിവിയർ ഇൻ അഡൽട്ട്. അഡൽട്ടിലാണോ കുട്ടിയിലാണോ കൂടുതലായിട്ട് ചിക്കൻ പോക്സ് സിവിയർ ആവുക? അഡൽട്ടിലാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ്. പ്ലിയോമോർഫിസം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മംസ്, മീസൽസ്, ചിക്കൻ പോക്സ് ആൻഡ് ടൈഫോയിഡ്. പ്ലിയോമോർഫിസം എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ചിക്കൻ പോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്ലിയോമോർഫിസം. Dewdrops is related to mumps, measles, chickenpox and typhoid. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ചിക്കൻ പോക്സ്. വാട്ട് അതർ നെയിം ഈസ് ചിക്കൻ പോക്സ്? വാരിയോള, വാരിസെല്ല, വൈച്ചേരിയ, വെല്ലോണിയ. ഇതിലേതാണ് ചിക്കൻ പോക്സിൻ്റെ വേറെ പേര്? വാരിസെല്ലയാണ് ഇതിൻ്റെ ചിക്കൻ പോക്സിൻ്റെ വേറൊരു പേര്. What is the virus that causes chickenpox? Vibrio cholerae, rickettsia, trypanosoma, varicella zoster. ഏത് വൈറസ് ആണ്? വാരിസെല്ല വൈറസ് ആയിരിക്കും. What is the reactivation of chickenpox in adult? Measles, shingles, warts, impetigo. Shingles ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. അതെന്താണ്? ഹെർപ്പസ് സൂസ്റ്ററിൻ്റെ വേറൊരു പേരാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. What is the scientific name for the chickenpox virus? HIV virus, vaccinia virus, varicella zoster virus, human papilloma. ഏതാണ്? ചിക്കൻ പോക്സിൻ്റെ വൈറസ് വാരിസെല്ല സൂസ്റ്റർ വൈറസ്. Which of the following are not symptoms of the chickenpox? Which of the following are not symptoms of chickenpox? Coughing, runny nose, chills, bumps all over the body. ഇതിൽ ഏതാണ് ചിക്കൻ പോക്സിൻ്റെ സിംറ്റംസ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ കഫിങ്, റണ്ണിങ് നോസും ചിൽസും ഒക്കെ ഉണ്ടാവും. ബംസ് ഓവർ ദ ബോഡിയാണ് ഇല്ലാത്തത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഡൗട്ട് അതെങ്ങനെയാണ് കഫ് ഉണ്ടാകുന്നത് എന്നുള്ളത്? റെസ്പിറേഷൻ അല്ലല്ലോ ഒന്നല്ലേ. പ്രീ ഇറക്റ്റീവ് സ്റ്റേജും ഇറക്റ്റീവ് സ്റ്റേജും ഉണ്ട്. ഈ പ്രീ ഇറക്റ്റീവ് സ്റ്റേജിൽ ഇതുപോലെയുള്ള ചെറിയ ജലദോഷം പോലെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാം. അതിൽ ചെറിയതായിട്ടുള്ള ചുമയൊക്കെ വരും. റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്, ചെറിയ നമുക്കുണ്ടാകുന്ന ചിൽ, അതും ചെറിയ രീതിയിലുള്ള ചുമയൊക്കെ കാണാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ബംസ് ഓൾ ഓവർ ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരിക്കലും നമുക്ക് ചിക്കൻ പോക്സിൽ കാണാൻ പറ്റില്ല. ഡസ് ചിക്കൻ പോക്സ് യൂഷ്വലി ലാസ്റ്റ് ലോങ്ങർ ഇൻ ചിൽഡ്രൻ ഓർ അഡൽട്ട്? Adults cannot get the disease. Children, both them have it for the same amount of time. ഏതിലാണ് ചിക്കൻ പോക്സ് കൂടുതലായിട്ടും സിവിയർ ആവുന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. അഡൽട്ടിലാണോ? ആദ്യത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? അഡൽട്ടിലാണെന്ന് പറയുന്നു. ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി അഡൽട്ട് കനോട്ട് ഗെറ്റ് ദ ഡിസീസ്, അഡൽട്ടിൽ ഈ ചിക്കൻ പോക്സ് വരില്ല എന്ന് പറയുന്നത് അതെന്താ? അത് തെറ്റാണ്. ഇനി ചിൽഡ്രൻസിലാണ് കൂടുതൽ സിവിയർ ആവുക എന്നുള്ളതും പറഞ്ഞു. അതും തെറ്റാണ്. ബോത്ത് ദം ഹാവ് ഇറ്റ് ഫോർ ദ സെയിം എമൗണ്ട്. അതായത് ചിൽഡ്രൻസിലും അഡൽട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരേ രീതിയിലാണ് വരിക. രണ്ടിലും ഒന്നിൽ കൂടുതലെന്നും ഒന്നിൽ കുറവെന്നൊന്നുമില്ല. രണ്ടിലും ഒരേപോലെ എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണോ? അഡൽട്ടിലല്ലേ കൂടുതൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? അഡൽട്ട്. The virus that causes the chickenpox is a part of what virus family? Coronavirus, retrovirus, pox virus, herpes virus. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക? ഹെർപ്പസ് വൈറസ്. എങ്ങനെയാണ് ഈ ഹെർപ്പസ് വൈറസ് വന്നതെന്ന് മനസ്സിലായോ? ഹെർപ്പസ്, നമ്മൾ വൈറസിൻ്റെ പേരെന്തായിരുന്നു? വാരിസെല്ല സൂസ്റ്റർ വൈറസ് ആണ് അല്ലേ. ഇതിലുണ്ടാവുന്ന ഡിസീസ് ലാസ്റ്റ് നമ്മൾ നേഴ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്? ഹെർപ്പസ് സൂസ്റ്റർ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഏത് വൈറസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർപ്പസ് വൈറസ് ആണെന്ന് ഓർക്കുക. ഹൗ ലോങ് ക്യാൻ ദ വാരിസെല്ല സൂസ്റ്റർ വൈറസ് സർവൈവ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ? അപ് ടു എ വീക്ക്, ഓൺലി എ ഫ്യൂ ഹവേഴ്സ് ടു എ ഡേ ഓർ ടു, അപ് ടു 1 month, ഇൻഡെഫിനിറ്റ്ലി ഇൻ ദ റൈറ്റ് കണ്ടീഷൻ. ഏതാണ്? നമുക്ക് ഒരാഴ്ചത്തോളം നിലനിൽക്കാം, അല്ലെങ്കിൽ ചെറിയ ഫ്യൂ ഹവേഴ്സ് മുതൽ 1-2 ദിവസം വരെ, അപ് ടു 1 month, ഒരു മാസത്തോളം നിൽക്കാം. ഇൻഡെഫിനിറ്റ്ലി ഇൻ ദ റൈറ്റ് കണ്ടീഷൻ. ഏതാണ്? നമുക്ക് പറഞ്ഞു ചിക്കൻ പോക്സിൻ്റെ വൈറസിന് പുറത്ത് എൻവയോൺമെൻറ്റിൽ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഒരുപാട് കാലം നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? ഓൺലി എ ഫ്യൂ ഹവേഴ്സ് ടു എ ഡേ ഓർ 2. The varicella zoster virus is readily inactivated by? Option A, high temperature only, low temperatures only, lipid solvent, detergents and proteases, ultraviolet light. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. The primary source of chickenpox infection is blood transfusion, contaminated water, oropharyngeal secretion and skin lesions, ഇൻഫെക്റ്റഡ് ആനിമൽസ്. ഇതിൽ ഏതാണ് ചിക്കൻ പോക്സിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ടോ?
ഇല്ല. ഇനി കണ്ടാമിനേറ്റഡ് വാട്ടർ, വെള്ളത്തിൽ കൂടെ വരുന്ന ഡിസീസ് ആണോ ചിക്കൻ പോക്സ്? അതുമല്ല. ഓറോ ഫാരിഞ്ചൽ സെക്രീഷൻസും അതുപോലെ സ്കിൻ ലീഷൻസും. ഓറോ ഫാരിഞ്ചൽ സെക്രീഷൻ എന്താ? അതും കറക്റ്റാണ്. അതുവഴിയാണ് നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഇനി സ്കിൻ ലീഷൻസ് എന്ന് പറയുമ്പോൾ അതുവഴി നമുക്ക് കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റാണ്. The period of communicability for the chickenpox is 1 to 2 days before and thereafter appearance of rashes, 1 to 2 days before the appearance of rashes and 4 to 5 days thereafter, only after the rash appears throughout the incubation period. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? 1 to 2 days before and 4 to 5 days thereafter. നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഐസൊലേഷൻ പറഞ്ഞപ്പോൾ എത്ര ദിവസമാണ് അവരെ ഐസൊലേഷനിൽ വെക്കേണ്ടത്? മിനിമം ഒരു 6 ദിവസമെങ്കിലും മാറ്റി നിർത്തണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഏതാണ്? 1 to 2 days before the appearance of rashes and 4 to 5 days after the appearance. Secondary attack of chickenpox are common, rare, impossible, very frequent. സെക്കൻഡറി അറ്റാക്ക് ഭയങ്കരമായിട്ട് കോമൺ ആണെന്ന് പറയുന്നു. റെയർ ആണ്, ഇമ്പോസിബിൾ ഒരിക്കലും നടക്കില്ല, വെരി ഫ്രീക്വൻറ്റ്. ഏതാണ് ഇതിൽ വരിക? ഇതിൽ റെയർ ആണ്. ഇമ്പോസിബിൾ ആണോ എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ അല്ല, ചില കേസിൽ വരാം. പക്ഷെ റെയർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇമ്പോസിബിൾ ഒരിക്കലും വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, പക്ഷെ മാക്സിമം വരില്ല. അത് തന്നെയാണ്. രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ അത് ഹെർപ്പസ് സൂസ്റ്റർ ആയിരിക്കും. Chickenpox primarily occurs in adult over 30 years of age, elderly people, teenagers, children under 10 years of age. Option D ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Congenital varicella syndrome is a risk in infant born to mothers who have immunity to chickenpox, are infected with varicella zoster during the first 20 weeks of gestation, have never been exposed to chickenpox, get chickenpox in the last trimester of pregnancy. കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം ആർക്കൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ കുട്ടികളിലാണ് വരുന്നത്? ഹാവ് ഇമ്മ്യൂണിറ്റി ടു ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം വരുമോ? ഇല്ല. പിന്നെ നമുക്കിതിൽ ഓപ്ഷൻ ഹാവ് നെവർ ബീൻ എക്സ്പോസ്ഡ് ടു ചിക്കൻ പോക്സ്, ഈ ഒരു ഓപ്ഷനും അല്ല എന്നുള്ളത് മനസ്സിലായി. കൺഫ്യൂഷൻ വരിക ബിയും സിയും തമ്മിലായിരിക്കും കൺഫ്യൂഷൻ. ആർ ഇൻഫെക്റ്റഡ് വിത്ത് വാരിസെല്ല സൂസ്റ്റർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 20 weeks ഓഫ് ജസ്റ്റേഷനും ഉണ്ട്, ഇൻ ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയും ഉണ്ട്. മനസ്സിലായോ ഡിഫറൻസ്? എന്തായാലും അമ്മയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടിക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ അമ്മയ്ക്ക് എപ്പോൾ കിട്ടിയാലാണ് കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം വരിക എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക അല്ലേ? ഇത് ഓർത്ത് വയ്ക്കുക. 20 weeks ഓഫ് ജസ്റ്റേഷൻ ടൈമിലാണ് കിട്ടിക്കഴിഞ്ഞാലാണ് വരുന്നത്. The peak incidence of chickenpox is during summer and fall, winter and spring, summer only, spring only. ഏതിലാണ്? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Chickenpox is transmitted through waterborne pathogens, droplet infection and personal contact, ingestion of contaminated food, vector-borne transmission. ഏതൊക്കെ വഴിയാണ് ഉണ്ടാകുന്നത്? ഒന്ന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയും രണ്ടാമത്തെ പേഴ്സണൽ കോണ്ടാക്ട് വഴിയും. നമുക്ക് നമ്മുടെ ഓറോ ഫാരിഞ്ചൽ സെക്രീഷൻസിൽ ഈ വൈറസ് ഉണ്ടാവും. ഇനി നമ്മുടെ സ്കിന്നും മ്യൂക്കോസയിലും എന്തുണ്ട്? വൈറസ് ഉണ്ട്. അങ്ങനെ പേഴ്സണൽ കോണ്ടാക്ട് വഴി നമുക്ക് കിട്ടാം. ദ ഇൻക്യുബേഷൻ പീരീഡ് ഫോർ ചിക്കൻപോക്സ് യൂഷ്വലി റേഞ്ച് ഫ്രം, ഏതാണ് ഇതിൽ? ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ്. 14 to 16 days. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 14 മുതൽ 16 days വരെ. The onset of pre-eruptive stage of chickenpox is characterized by high fever and rashes, sudden mild moderate fever, pain in back, shivering and malaise, severe cough and runny nose, immediate appearance of rashes. ഈ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൽ എന്തൊക്കെയാ സിംറ്റംസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈ ഫീവർ ആൻഡ് റാഷസ്. ഹൈ ഫീവർ ആൻഡ് റാഷസ് ഉണ്ടാവും. റാഷസ് എന്താ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താ? തെറ്റാണ്. സഡൻ മൈൽഡ് മോഡറേറ്റ് ഫീവർ, പെയിൻ ഇൻ ദ ബാക്ക്, ഷിവറിങ്, മലേസ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന പനി, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ശരീരവേദന, അത് കറക്റ്റാണ്. സിവിയർ കഫ് ആൻഡ് റണ്ണി നോസ്. സിവിയർ കഫും റണ്ണി നോസും ചുമയും ഈ മൂക്കൊലിപ്പൊക്കെ ഉണ്ടാവാം, പക്ഷേങ്കിൽ അത് അത്ര വലിയ സിവിയർ ആവാനുള്ള ചാൻസും ഇല്ല. മാത്രമല്ല ഫീവർ ഉണ്ടാവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും തെറ്റാണ്. ഇമ്മീഡിയറ്റ് അപ്പിയറൻസ് ഓഫ് റാഷസ്. റാഷസ് എന്താ? പ്രീ ഇറക്റ്റീവ് സ്റ്റേജിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് തെറ്റാണെന്ന് ആദ്യം തന്നെ ഉറപ്പിക്കാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. In the eruptive stage of chickenpox, the rashes first appears on the palms and soles, trunk, face, limbs. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഇറപ്ഷൻസ് എവിടെയാണ് നമ്മുടെ ബോഡിയിൽ ആദ്യം കാണുക എന്നുള്ളത്? എവിടെയാ? പാംസ് ആൻഡ് സോൾസ്. ഇവിടെ എന്താ? ചിക്കൻപോക്സ് ഇറപ്ഷൻസേ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്താ? തെറ്റ്. ട്രങ്ക്സ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക.
A characteristic feature of the chickenpox rash, dewdrop on the rose petals refers to macules, papules, vesicles, scabs. ഇതിൽ ഈ ഡ്യൂ ഡ്രോപ്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഡ്യൂ ഡ്രോപ്പ് മാക്യൂൾ ആണോ, പാപ്യൂൾസ് ആണോ, വെസൈക്കിൾസ് ആണോ, സ്കാബ്സ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാക്യൂൾ എന്താണെന്നുള്ളതും പാപ്യൂൾ എന്താണെന്നുള്ളതും വെസൈക്കിൾ എന്താണെന്നുള്ളതും സ്കാബ് എന്താണെന്നുള്ളതും അറിയണം. മാക്യൂൾ എന്താണ്? നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിസ്കളറേഷൻ ആയിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ ഡിസ്കളറേഷൻ ആണ് എന്ത്? മാക്യൂൾസ്. ഇനി പാപ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫ്ലാറ്റ് ആയത് കുറച്ച് സ്വെല്ലാൻ തുടങ്ങും, റേസ് ആവും, കുറച്ച് എന്താ അതിനുള്ള കുറച്ചൊരു സ്വെല്ലിങ് ചെയ്യാൻ തുടങ്ങും. അതാണ് പാപ്യൂൾ എന്ന് പറയുന്നത്. ഇനി വെസൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ആണ്. ഫ്ലൂയിഡ് ഫിൽഡ് സാക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാബ്സ് എന്താണ്? ക്രസ്റ്റ് ആണ് അല്ലേ? സ്കാബ്സ് എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ് ഡ്യൂ ഡ്രോപ്സ്. വെസൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ത്? ഡ്യൂ ഡ്രോപ്സ്. സിവിയർ കോംപ്ലിക്കേഷൻ ഓഫ് ചിക്കൻ പോക്സ് സച്ച് ആസ് എൻസെഫലൈറ്റിസ് ആർ മോർ ലൈക്ലി ടു ഒക്കർ ഇൻ ഇൻഫാൻറ്റ്, പ്രഗ്നൻറ്റ് വുമൺ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻറ്റ്, ഹെൽത്തി അഡൾട്ട്. കോംപ്ലിക്കേഷനായ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ എൻസെഫലൈറ്റിസ് ആർക്കൊക്കെയാണ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഫൻസിലാണോ, പ്രഗ്നൻറ്റ് വുമൺസിലാണോ, ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഷ്യൻസ്. ആർക്കൊക്കെ ആയിരിക്കും ഈ ഇൻഫ്ലമേഷൻ കാണാം? സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് വന്നാൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പോകും. പക്ഷേ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്കാണ് എന്ത് ഇതിനുള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് വരിക അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്. ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്കാണ് വരിക. The risk developing herpes zoster in the first year of life is higher in infants whose mothers were vaccinated against chickenpox during pregnancy, had chickenpox during pregnancy, were exposed to chickenpox during the third trimester, have natural immunity to chickenpox. ആർക്കൊക്കെയാണ് ഈ ഒരു ഇൻഫൻസിൽ ഈ ഒരു ഹെർപ്പസ് സൂസ്റ്റർ കുട്ടികളിൽ ഉണ്ടാവുന്ന ചിക്കൻ പോക്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. വേർ വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ചിക്കൻ പോക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ എടുത്താലാണ് കുട്ടികൾക്ക് ഇത് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ? തെറ്റാണ്. ഹാഡ് ചിക്കൻ പോക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ചിക്കൻ പോക്സ് വരിക എന്നുള്ളത്. അപ്പോൾ അത് ശരിയാണ്. വേർ എക്സ്പോസ് ചിക്കൻ പോക്സ് ഡ്യൂറിങ് ദ തേർഡ് ട്രൈമിസ്റ്റർ തെറ്റാണ്. ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ടു ചിക്കൻ പോക്സും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റാപ്പിഡ് എവല്യൂഷൻ ഓഫ് ദ ചിക്കൻ പോക്സ് റാഷസ് പ്രോഗ്രസ് ത്രൂ ഏതാണ്? മാക്യൂൾ, ബ്ലിസ്റ്റർ, സ്കാബ്, മാക്യൂൾ ആൻഡ് പാപ്യൂൾ, മാക്യൂൾ, പാപ്യൂൾ, വെസൈക്കിൾ ആൻഡ് സ്കാബ്, പാപ്യൂൾ, മാക്യൂൾ, വെസൈക്കിൾ ആൻഡ് അൾസർ, വെസൈക്കിൾ, പാപ്യൂൾ, മാക്യൂൾ ആൻഡ് സ്കാബ്. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്കിൻ ലീഷൻസിൻ്റെ എവല്യൂഷൻ, ചിക്കൻ പോക്സിലെ ഈ സ്കിൻ ലീഷൻസിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ആദ്യം മാക്യൂൾസ് ഉണ്ടാവാം, പിന്നെ പാപ്യൂൾ, പിന്നെ വെസൈക്കിൾ, പിന്നെ അത് സ്കാബായിട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് അറിയണമെങ്കിൽ നമുക്ക് മാപ്യൂൾ, പാപ്യൂൾസ്, വെസൈക്കിളൊക്കെ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. അപ്പം അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഓർഡറും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചിക്കൻ പോക്സിസ് ഈസ് കോസ്ഡ് ബൈ ദ വാരിസെല്ല സൂസ്റ്റർ വൈറസ്. ഈ ഒരു ഓപ്ഷൻ എന്താ? കറക്റ്റ് ആണ്. ദ വാരിസെല്ല സൂസ്റ്റർ വൈറസ് ക്യാൻ സർവൈവ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഫോർ അപ് ടു വീക്ക്. ഈ ഒരു ഓപ്ഷനും എന്താണ്? കറക്റ്റ് ആണോ തെറ്റാണോ? ഇതിൽ എന്താ പറയുന്നത്? വാരിസെല്ല വൈറസ് ക്യാൻ സർവൈവ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് അപ് ടു വീക്ക്. അതായത് ആഴ്ചകളോളം ഈ ഒരു വാരിസെല്ല വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാരിസെല്ല വൈറസിൻ്റെ സർവൈവ്സ് എങ്ങനെയായിരുന്നു? കുറച്ച് ഈ വീക്ക് ആഴ്ചകളോളം നിൽക്കുമോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ എന്താണ്? ചിക്കൻ പോക്സിസ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ ആൽഫ ഹെർപ്പസ് വൈറസ് 3. ഈ ഒരു ഓപ്ഷൻ എന്താ? കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? വീണ്ടും നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദ വൈറസ് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ഓൺലി. അത് കറക്റ്റ് ആണോ? അല്ല. ഹൈ ടെമ്പറേച്ചർ മാത്രമാണോ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അല്ല. ഡിസ്ഇൻഫെക്ഷനും പ്രോട്ടീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താ? തെറ്റാണ്. ചിക്കൻ പോക്സ് വൈറസ് ഈസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് സ്ട്രീം. ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്.
യു ക്യാൻ ബി കമ്മ്യൂണിക്കബിൾ വിത്ത് ചിക്കൻ പോക്സ് ഓൺലി ആഫ്റ്റർ ദ റാഷസ് എപ്പിയേഴ്സ്. നമുക്ക് ചിക്കൻ പോക്സ് റാഷസ് വന്നതിന് ശേഷം മാത്രമാണ് ഇത് ഒരാളിൽ നിന്ന് പകരുള്ളൂ എന്നുള്ളത്. അല്ല, വരുന്നതിന് മുന്നേ 1-2 ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസീസ് പകരും. അപ്പോൾ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ഈ എല്ലാ ഓപ്ഷൻസും തെറ്റായതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ആണ് ഇതിൽ ആൻസർ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. സെക്കൻഡ് അറ്റാക്ക് ഓഫ് ചിക്കൻ ബോക്സസ് ആർ കോമൺ. സെക്കൻഡ് അറ്റാക്ക് കോമൺ ആണെന്നാണ് പറയുന്നത്. അല്ല, കോമൺ അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചിക്കൻ പോക്സ് പ്രൈമർലി എഫക്ട് ചിൽഡ്രൻ അണ്ടർ 10 years ഓഫ് ഏജ്. ഇത് അപ്പോൾ എന്താ, കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. Congenital varicella syndrome occurs in children born to mothers infected in the last trimester. ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം ആർക്ക് ഉണ്ടാവുന്നത്, ചിൽഡ്രൻ ബോൺ ടു മദേഴ്സ് ഇൻഫെക്റ്റഡ്, അതായത് അമ്മയ്ക്ക് എന്താ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വരും. അതിനാണ് നമ്മൾ കൺജനൈറ്റൽ വാരിസെല്ല സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എന്ത്, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ട്രൈമിസ്റ്ററിന്ന്. അപ്പോൾ എന്താണ് ഈ ഓപ്ഷൻ, അതുകൊണ്ട് എന്തായി, തെറ്റായി. അപ്പോൾ ഇതും തെറ്റാണ്. ചിക്കൻ പോക്സ് ഹാസ് എ പീക്ക് ഇൻസിഡൻസ് ഡ്യൂറിങ് സമ്മർ ആൻഡ് ഫോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ പോക്സ് ഏത് സീസണിലൊക്കെയാണ് കൂടുതൽ വരുന്നത്, ഈ സമ്മറിലാണോ, സമ്മറിലല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഈ ഒരു ഓപ്ഷനും തെറ്റായി. അങ്ങനെയാകുമ്പോൾ നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയായിരുന്നു, 1, 3, 4. ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ചിക്കൻ പോക്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ പേഴ്സണൽ കോണ്ടാക്ട് ആൻഡ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇതെന്താണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയും അതുപോലെ തന്നെ പേഴ്സണൽ കോണ്ടാക്ട് വഴിയും നമുക്ക് ചിക്കൻ പോക്സ് വരാൻ പറ്റും. എന്തുകൊണ്ടാണ്, സ്കിന്നിലും മ്യൂക്കസിലും എന്തുണ്ട്, ഈ വൈറസ് ഉണ്ട്. ഓരോ ഫാരഞ്ചൽ സെക്രീഷൻസിലും വൈറസ് ഉണ്ട്. അപ്പോൾ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടും പേഴ്സണൽ കോണ്ടാക്ട് വഴി നമുക്ക് എന്ത് പറ്റും, ഈ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദ ഇൻക്യുബേഷൻ പീരീഡ് ഫോർ ചിക്കൻ പോക്സ് ഈസ് യൂഷ്വലി 2 to 4 days. ഇത് തെറ്റാണ്. The rashes in chicken pox first appear on the limbs. ലിംസിലല്ല ആദ്യം എഫക്റ്റ് ചെയ്യുക, എവിടെയായിരുന്നു, ട്രങ്സിലായിരുന്നു എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ 1 മാത്രമാണ്. അപ്പോൾ ഏതായിരിക്കും, സി ആയിരിക്കും ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ ചിക്കൻ പോക്സ് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ചിക്കൻ പോക്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.